ഹായ് ഫ്രണ്ട്സ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനായി. ജയിലിന് പുറത്ത് അദ്ദേഹത്തിന് വീരോചിതമായ സ്വീകരണം നൽകപ്പെട്ടു. ഇത്രയും വലിയ സ്വീകരണം നൽകാൻ അദ്ദേഹം എന്ത് മഹത്കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്ത് ത്യാഗമാണ് ചെയ്തതെന്നോ, എന്തിനാണ് ജയിൽവാസം അനുഷ്ഠിച്ചതെന്നോ, എന്തിനാണ് ജയിലിൽ പോയതെന്നോ പോലും എനിക്കറിഞ്ഞുകൂടാ. ഏതൊക്കെയോ അടിപിടി കേസിലകത്തായി ജാമ്യം കിട്ടി പുറത്തു വന്നു, അത്ര തന്നെ. അപ്പോൾ പറയും ഗവൺമെന്റ് വിരുദ്ധ സമരം. ഗവൺമെന്റ് വിരുദ്ധ സമരം നടത്തണമെങ്കിൽ ഗവൺമെന്റ് വിരുദ്ധ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം. അത് യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രം പോരാ, നാനാജാതി മതസ്ഥരെ, രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാവരും ഒന്നിപ്പിച്ച് ഒരു ജനകീയ സമരം ഉണ്ടാക്കണം. സാധിക്കുമോ യൂത്ത് കോൺഗ്രസ്സുകാർക്കോ ഡിവൈഎഫ്ഐക്കാർക്കോ ആർക്കെങ്കിലും എൻ്റെ ഓർമ്മയിൽ അടുത്ത കാലത്തെങ്ങും അങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല. പിന്നെയുള്ളത് രാഷ്ട്രീയ തൊഴിലാളികളുടെ സ്ഥിരം കലാപരിപാടികളാണ്. എന്തുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ഇങ്ങനെ സമരത്തിൽ പങ്കെടുക്കുന്നത്? ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഒരു പണിയും ചെയ്യാതെ രാഷ്ട്രീയം തൊഴിലാക്കിയത് ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ കാണുകയുള്ളൂ. എന്താ ജോലി? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുക, കൈക്കൂലിയൊക്കെ മേടിക്കുക, കാര്യങ്ങൾ നടത്തി കൊടുക്കുക, സുഖമായി ജീവിക്കുക, അത്ര തന്നെ. ഒരു പണിയും ചെയ്യത്തില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ഒരു പൈസ വീട്ടിൽ നിന്ന് കിട്ടുകയില്ല. വേണേ പണിയെടുത്ത് ജീവിച്ചോണം, പുട്ടടിക്കാനുള്ള കാശ് പോലും ജോലിക്ക് പോകണം. അങ്ങനെ വന്നാൽ എല്ലാവരും ജോലി ചെയ്യും. എന്നാലും നോക്കിയേ, നമ്മുടെ യുവാക്കന്മാരെല്ലാവരും ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ. ദേശീയ വരുമാനം പോലും വർദ്ധിക്കും. ഇവിടെയുള്ള യുവാക്കന്മാർ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയ തൊഴിലാളികളായിട്ട് ഇങ്ങനെ നടക്കുക, സമരമൊക്കെ ചെയ്ത്. അവരൊക്കെ പണിക്ക് പോകണം. നമ്മുടെ രാജ്യത്തിന് തന്നെ മാറ്റം ഉണ്ടാവും. ഏതാണെങ്കിലും ഈ സമരം കണ്ട് ഒരേ ഒരു നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത ഇലക്ഷന് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അസംബ്ലി സീറ്റ് അവകാശപ്പെടാം. കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, അവകാശപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട്. കൂടെ അടികൊണ്ട യുവാക്കന്മാരുടെ എല്ലാം കാര്യം സ്വാഹ.